ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നു. യുഗപ്രഭാവനായിരുന്ന PN പണിക്കർ സാറിൻ്റെ ചരമദിനത്തോട് അനുബന്ധിച്ചാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ചരിത്രപരമായ ഒരു വിഷയത്തിലേക്കല്ല ഞാൻ പ്രവേശിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. വായന എന്നുള്ള പ്രക്രിയയിലൂടെ സാഹിത്യകൃതികൾക്ക് സംഭവിക്കുന്ന വളർച്ചയെപ്പറ്റിയാണ് ഇവിടെ പ്രതിപാദ്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആ വചനത്തിന് ഉണ്ടായ വെളിപ്പാടുകളാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലകശക്തി. ആദ്യകാലത്ത് ഈ വചനം പലരുടെയും ഓർമ്മകളിലൂടെയും അനുഭവകഥകളിലൂടെയും അരുളപ്പാടുകളിലൂടെയും ആഖ്യാനങ്ങളിലൂടെയും തലമുറകളായി കൈമാറ്റപ്പെട്ടുകൊണ്ടിരുന്നു. ആദ്യം അത് വായ്മൊഴിയായിരുന്നെങ്കിൽ പിന്നീടത് വരമൊഴികളിലേക്കും വിവിധ ഭാഷകളിലേക്കും മാറി. അതിനുണ്ടായ വായനക്കാരുടെ പ്രതികരണം ആ കൃതിയെ മഹത്തരമായ ഒന്നാക്കി മാറ്റുന്നുണ്ട്. ആദിയിൽ അച്ചടിച്ച ഒരു ബൈബിള് വായിക്കുവാൻ നമുക്ക് ലഭ്യമായിരുന്നില്ല എങ്കിൽ ബൈബിൾ വായിക്കുന്നത് കേട്ട് ഗ്രഹിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അച്ചടിയുടെ ആവിർഭാവത്തോടുകൂടി തർജ്ജമകളിലൂടെ ബൈബിൾ എല്ലാവർക്കും ലഭ്യമായി. അതുമാത്രമല്ല, ലഭ്യമായ ബൈബിൾ വായനക്കാരിലേക്ക് എത്തിച്ചേർന്നതോടുകൂടി ബൈബിളിനെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകൾക്കും അർത്ഥവ്യാപ്തിക്കും വ്യത്യാസം വന്നു. പ്രത്യേകിച്ച് പഴയ നിയമകാലത്തിൽ വായിച്ച് കേട്ടിരുന്ന വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ പൊരുൾ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസിലൂടെ വളരെ ആഴമേറിയ ഗാഢമായ അർത്ഥതലങ്ങളിലേക്ക്, താത്വികമായ അർത്ഥതലങ്ങളിലേക്ക് അത് മാറുന്നതായി നമുക്ക് കാണുന്നു. വായനയുടെ ഒരു പശ്ചാത്തലം വേദപുസ്തക അടിസ്ഥാനത്തിൽ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എഴുത്തുകാരനും വായനക്കാരനും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ. വായനക്കാരൻ ഇല്ലെങ്കിൽ പിന്നെ എഴുത്തുകാരൻ്റെ അധ്വാനത്തിന് യാതൊരു പ്രസക്തിയുമില്ല. എന്താണ് എഴുത്തുകാരൻ ചെയ്യുന്നത്? എഴുത്തുകാരൻ ഒരു ലോകത്തെ സൃഷ്ടിക്കുന്നു. ആ ലോകം എന്ന് പറയുന്നത് വായനക്കാരൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളതോ കൽപ്പിച്ചിട്ടുള്ളതോ സ്വപ്നം കണ്ടിട്ടുള്ളതോ ഒന്നും ആകണമെന്നില്ല. അത് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ് താൻ സൃഷ്ടിക്കുന്ന ലോകം. ആ ലോകത്തിൽ അദ്ദേഹത്തിനൊരു സമയമുണ്ട്, അദ്ദേഹത്തിനൊരു ഇടമുണ്ട്, അദ്ദേഹത്തിന് ചില കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങളും ഇടവും സമയവും എല്ലാമുള്ള ഒരു പ്രത്യേക ലോകത്തിലേക്കാണ് വായനക്കാരൻ പ്രവേശിക്കുന്നത്. വായനക്കാരൻ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് എഴുത്തുകാരൻ്റെ ഒരു സൃഷ്ടി, സർഗാത്മക സൃഷ്ടി അർത്ഥവത്തായി മാറുന്നത്. അതുകൊണ്ട് എഴുത്തിൻ്റെ ലോകത്ത്, സാഹിത്യ ലോകത്ത് വായനക്കാരൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. എഴുത്തുകാരൻ ഒരു ലോകമാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ ആ ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന വായനക്കാരൻ 100 ലോകങ്ങളെ പുനർസൃഷ്ടിക്കുന്നു. എഴുത്തുകാരൻ സൃഷ്ടിക്കുന്നു, വായനക്കാരൻ പുനർസൃഷ്ടിക്കുന്നു. എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന കഥാപാത്രത്തെ അതുപോലെ വിഴുങ്ങുന്ന ഒരാളാകണമെന്നില്ല വായനക്കാരൻ. ആ കഥാപാത്രത്തെ തൻ്റേതായ കാഴ്ചപ്പാടിലൂടെ പുനർസൃഷ്ടിക്കുവാൻ എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന ആ ഒരു ലോകത്തിലേക്ക് പുതിയ ദർശനങ്ങളുമായി വായനക്കാരൻ കടന്നു വരുമ്പോൾ 100,000 പുതിയ ലോകങ്ങളെ സൃഷ്ടിക്കുവാൻ വായനക്കാരന് സാധിക്കുന്നുണ്ട്. ഒരു കാലത്ത് വായന നമ്മുടെ സമൂഹത്തിൽ അനിവാര്യമായ ഒരു സംഗതിയായിരുന്നു. നാട്ടിൻപുറങ്ങളിലെ ധാരാളം വായനശാലകളുണ്ടായിരുന്നു, പുസ്തകങ്ങൾ അവിടെ ലഭ്യമായിരുന്നു. ആളുകൾ കാത്തിരുന്ന് പുസ്തകം വാങ്ങിക്കുവാനായിട്ട് തയ്യാറാകുമായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയിലെ വായനയോടുള്ള ആഭിമുഖ്യം കുറഞ്ഞു വരുന്നു എന്നൊരു പരാതി ഉണ്ട്. 100% അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അച്ചടി പുസ്തകങ്ങൾ വായിക്കുന്നതിലുള്ള ഒരു താല്പര്യക്കുറവ് പുതുതലമുറയ്ക്ക് ഉണ്ടാകുന്നു എന്നത് സത്യമാണെങ്കിൽ പോലും പുതുതലമുറ ഇന്നും വായിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം
യാഥാസ്ഥികമായ നമ്മുടെ ഒരു വായനാ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വായനാ സങ്കല്പത്തിലേക്ക് പുതുതലമുറ മാറുന്നു. ഒന്ന്, ഡിജിറ്റൽ യുഗത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി അച്ചടിച്ച പുസ്തകങ്ങളെക്കാൾ കൂടുതൽ ഡിജിറ്റൽ പുസ്തകങ്ങളെ ആശ്രയിക്കുന്ന ഒരു രീതി ഇന്നത്തെ തലമുറയ്ക്കുണ്ട്. ലോകത്തിൻ്റെ ഏതു ഭാഗത്തിരുന്നു ഏതു ഭാഷയിലും പ്രസിദ്ധീകൃതമായിട്ടുള്ള പുസ്തകങ്ങളെ അവർക്ക് ലഭ്യമാകുന്നതിന് എളുപ്പമാണിന്ന്. അത് ഏതു ഭാഷയിലായിക്കൊള്ളട്ടെ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഉൾപ്പെടെ പഠിക്കുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കുന്നു. അച്ചടിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു പുസ്തകത്തേക്കാൾ കൂടുതൽ അതിൻ്റെ എല്ലാവിധമായ വൈവിധ്യവും ഉൾക്കൊള്ളുവാൻ ഡിജിറ്റൽ യുഗത്തിലെ പുതുതലമുറയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പുതുതലമുറ അച്ചടിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു എന്നതുകൊണ്ട് അവർ വായനയെ തിരസ്കരിക്കുന്നില്ല, മറിച്ച് ഡിജിറ്റൽ യുഗത്തിലുള്ള നവീനമായ ആധുനികമായ ഒരു വായനാ രീതിയിലേക്ക് അവർ പ്രവേശിക്കുന്നു എന്നതാണ് അതിൻ്റെ സാങ്കത്യം. എന്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് പുതുതലമുറ ആകൃഷ്ടരായി തീരുന്നത്? നമ്മളതേപ്പറ്റി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം അച്ചടി ഭാഷയ്ക്ക് ഇന്ന് അതിൻ്റേതായ പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് ലിപികളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം തലമുറകൾ മാറുമ്പോൾ ആ തലമുറകൾക്ക് അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് അവർ നവീനമായ മാർഗങ്ങളിലേക്ക് അവർ തിരിയുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ലിപിയില്ലെങ്കിൽ പോലും ഡിജിറ്റൽ യുഗത്തിൽ വായിച്ചു കേൾക്കുന്നതിനുള്ള പുതിയ സങ്കേതങ്ങളും ഇപ്പോൾ ലഭ്യമാണ്. അതുകൊണ്ട് ഏത് തരത്തിലുള്ളതായാലും ശരി, വായന എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യാശയുടെ കിരണമാണ്. ഇനി വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എഴുത്തുകാരുമായി ബന്ധപ്പെടുവാനുള്ള ഒരു അവസരമെന്ന് പറയുന്നത് അത് ഈ കൃതികളിലൂടെ, അവരുടെ എഴുത്തുകളിലൂടെ മാത്രമാണ്. ഞാൻ നേരത്തെ ബൈബിളിൻ്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ആഖ്യാനങ്ങൾ ഓരോന്നും, അത് കഥയുണ്ട്, സ്വപ്നമുണ്ട്, വിലാപങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ പലതുമുണ്ട്. അതിൻ്റെ ഒരു പുനരാവിഷ്കരണം വിശുദ്ധ പൗലോസ് നിർവഹിക്കുന്നത് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അവിടെ പൗലോസിൻ്റെ ഒരു ഉത്തരവാദിത്വം, പൗലോസ് ആദ്യം ഒരു വായനക്കാരൻ മാറിയിട്ടാണ് പിന്നീടൊരു പുനർസൃഷ്ടിയാണ് പുതിയ നിയമ പുസ്തകങ്ങളിലെ കത്തുകളിലൂടെ രേഖപ്പെടുത്തുന്നത്. അത് ഈ വായനയുടെ ഒരു നവീനമായ ടെക്നിക്കായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. പുതിയ തലമുറയെ പുസ്തകങ്ങളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? ഒന്ന്, വായനയിലൂടെ ലഭ്യമാകേണ്ടുന്ന സിദ്ധികളെപ്പറ്റി തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നല്ല പുസ്തകങ്ങളെ, അത് ഡിജിറ്റലായാലും അച്ചടിയായാലും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വീടുകളിൽ ഇതിനുള്ള ഒരു പരിശീലനം ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു രീതി മാതാപിതാക്കളിൽ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് ലഭ്യമാകും. അതുകൊണ്ട് എല്ലാവരും അച്ചടിച്ച പുസ്തകം വായിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പുതിയ പുസ്തകങ്ങളെ പുതുതലമുറയ്ക്ക് ലഭ്യമാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ വരുത്തുവാൻ വായന ഒരു കാരണമായി തീരണം. വായന മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അതായത് എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന ഒരു ലോകത്തിൽ വായനക്കാരൻ പുതു സൃഷ്ടികളായി മാറുമ്പോൾ, പുതു സൃഷ്ടികൾ നിർവഹിക്കുമ്പോൾ ഏറ്റവും അധികം മാറ്റമുണ്ടാകുന്നത് വായനക്കാരൻ്റെ മനസ്സിലാണ്. ആ ഒരു മാറ്റം വായനക്കാരൻ്റെ മനസ്സിലുണ്ടാകുമ്പോൾ അവൻ്റെ ചിന്തകളെയും അവൻ്റെ ദർശനങ്ങളെയും ഒക്കെ അത് ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അത്തരത്തിൽ വരണ്ടു പോകുന്ന ഒരു തലമുറയെ രക്ഷിക്കുവാൻ വേണ്ടി, നീർച്ചാലുകളുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം. വേദഗ്രന്ഥങ്ങളായിക്കൊള്ളട്ടെ, അത് വെറുതെ വായിച്ചു കളയുവാനുള്ളതല്ല, മറിച്ച് ആ വായന എന്ന് പറയുന്നതിന് 3 തലങ്ങളുണ്ട്. ഒന്ന്, ബൗദ്ധികമായ ഒരു തലം. 2, ആത്മികമായ ഒരു തലം. 3, ഭാഷാശാസ്ത്രപരമായ ഒരു തലം. ലിംഗ്വിസ്റ്റിക്കൽ, ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ. ഈ 3 തലങ്ങളിലൂടെ വായനയിലേക്ക് പ്രവേശിക്കുമ്പോൾ വായന സമൂഹത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതായി മാറുന്നു. അതുകൊണ്ട് വായനയുടെ സ്മരണ പുലർത്തുക എന്നുള്ളതിനുപരിയായി
വായന ദിനം ആചരിക്കുന്നു എന്നതിലുപരിയായി വായന നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയായി, ശക്തി കേന്ദ്രമായി മാറുന്ന ഒരു രീതി ഉണ്ടാക്കുവാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. വായന നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ജൂൺ 19 മുതൽ ഒരാഴ്ചക്കാലം വായനാ വാരമായി നാം ആചരിക്കുന്നു. ഈ വാരാചരണത്തിലൂടെ പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് പുതുതലമുറ പ്രവേശിക്കുവാൻ ഒരവസരമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വായന വാരാചരണം അർത്ഥവത്തായി നമ്മുടെ സമൂഹത്തിന് ഗുണം നൽകുന്ന, മികവ് നൽകുന്ന ഒന്നായി തീരട്ടെ. നന്ദി.